സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്രം നക്ഷത്രത്തിന്റെ മെയ് 2025 ടാരോട്ട് റീഡിംഗ് ആണ് നോക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ റിസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വരുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്രം നക്ഷത്ര ജാതകരോട് പ്രപഞ്ചശക്തിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്, 9 ഓഫ് wands, 5 ഓഫ് കപ്സ്, ദ ഹയറോഫാന്റ്, 8 ഓഫ് കപ്സ്. 7 ഓഫ് കപ്സ് ആദ്യത്തെ കാർഡ്. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ചോയ്സുകൾ, അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻപിലേക്ക് കുറെ ഇല്യൂഷൻസ്, സ്വപ്നങ്ങൾ, അവസരങ്ങൾ ഒക്കെ ഇട്ട് തരും. ചില അവസരങ്ങൾ നിങ്ങളെ വല്ലാതെ ആകർഷിക്കും. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെയാണത്. അതൊന്നും റിയൽ ആയിരിക്കത്തില്ല. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പെട്ടെന്നുള്ള താൽക്കാലികമായുള്ള ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് ഒരു കാര്യവും സെലക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് മാനസികമായി പൊരുത്തപ്പെട്ടു പോകാവുന്ന വഴികൾ മാത്രം തിരഞ്ഞെടുക്കുക. ഇവിടെ 9 ഓഫ് wands വരുമ്പോൾ കഴിഞ്ഞ കുറേ സമയങ്ങളിൽ നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കയറി വന്നതുകൊണ്ട് മടുത്തു, ഇനി വയ്യ എന്നൊക്കെയുള്ളൊരു തോന്നലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ സ്ഥിരോത്സാഹവും എന്തും സഹിക്കാനുള്ള കഴിവുമാണ് നിങ്ങളുടെ ശക്തി. നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ പാഷൻ അത് സക്സസിലേക്ക് എത്തിക്കാൻ തയ്യാറെടുക്കുക. ഇവിടെ 5 ഓഫ് കപ്സ് വരുമ്പോൾ നഷ്ടങ്ങൾ, നിരാശ, കുറ്റബോധം, ഇങ്ങനെ വികാരങ്ങൾ കൊണ്ട് വിഷമിച്ച നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വികാരങ്ങൾ കൊണ്ട് വിഷമിച്ച നിങ്ങൾ ചുറ്റുമുള്ള അനുഗ്രഹങ്ങളെ കാണുന്നില്ല. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥയായിരിക്കാം. ഇവിടെ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക. ഇനിയും ഒരുപാട് പ്രതീക്ഷകൾ ബാക്കിയുണ്ടെന്നാണ് ബാക്കിയുള്ള 2 കപ്പുകൾ സൂചിപ്പിക്കുന്നത്. അവസരങ്ങളുമുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ വെളിച്ചത്തിലേക്ക് തിരിയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ രോഗശാന്തി ആരംഭിക്കുന്നത്. അത് മനസ്സിന്റെ ആയാലും ശരീരത്തിന്റെ ആയാലും. സങ്കടത്തിൽ കുടുങ്ങിക്കിടക്കരുതെന്ന് പറയുന്നു. അടുത്ത കാർഡായ ഹയറോഫൻ വരുമ്പോൾ ഹയറോഫൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗുരുതുല്യമായ ആളുകൾ, നിങ്ങൾ ഗുരുവിനെ പോലെ കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ, പാരന്റ്സ് ഒക്കെ ആവാം, ടീച്ചേഴ്സ്, നിങ്ങൾക്ക് നല്ല വഴികൾ പറഞ്ഞു തരാൻ ഹെൽപ്പുള്ള ആളുകൾ. ഇവരുടെ അറിവിൽ നിന്നും അനുഭവത്തിൽ നിന്നുമുള്ള ഉപദേശം സ്വീകരിക്കേണ്ട സമയമാണിതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അത് നിങ്ങളെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. അവസാന കാർഡായ 8 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇമോഷണലി സാറ്റിസ്ഫൈ ചെയ്യാത്ത എന്തോ ഒന്നിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നതായി ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ്, ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ക്യാരക്ടർ ഒക്കെ ആവാം. പക്ഷെ അതത്ര എളുപ്പമല്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരിക ശക്തിയെ വിശ്വസിച്ചുകൊണ്ട്, ഇതൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ സാധിക്കും എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് റിസോണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.